ഇപ്പോൾ ഉമ്മറിൻ്റെ മൃതദേഹമുള്ളത് ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. ഇന്ന് ഏകദേശം ഒരു 9 മണിയോടുകൂടി തന്നെ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇപ്പോൾ ഏതാനും കുറച്ച് ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളുമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. വളരെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇൻക്വസ്റ്റ് നടപടികളും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ചോലമണ്ണ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. അതായത് അവിടെ ഒരു റബ്ബർ തോട്ടമുണ്ടായിരുന്നു, അവിടേക്ക് പോയതായിരുന്നു ഉമ്മർ. അവിടെ വെച്ചാണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. അതിൽ ഒരു പൂർണ്ണ സ്ഥിരീകരണം വനംവകുപ്പ് നൽകുന്നത്. വനംവകുപ്പ് പ്രാഥമികമായി പറയുന്നത് കാട്ടാനയുടെ ആക്രമണമാണ്. അത് പൂർണ്ണമായി സ്ഥിരീകരിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനുള്ള ഒരു ക്രമീകരണമായിട്ടുണ്ടോ? എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. പോലീസും പിന്നെ ഡോക്ടറും എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് ചെയ്തു തരാൻ ടീമുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തരാന്നുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഭയങ്കര അപകടമുള്ളൊരു സ്ഥലം കൂടിയാണെന്ന് തോന്നുന്നു, ഈ ചോലമണ്ണ് എന്ന് പറയുന്ന ഈ തോട്ടത്തിന്റെ ഭാഗം അല്ലേ? അതെ, എന്നും അവിടെ ഒരു കാട്ടാനയുടെ പ്രസൻസ് എന്നും ഉണ്ട്. അവിടെ നമ്മൾ പലതവണ RRT ടീമിനും അവിടേക്ക് കയറിപ്പോകാനുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു മാറുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അതിൽ നിന്നും എന്തായാലും അതിനെതിരെ നടപടി കർശനമായി പിന്നെ അടിയന്തരമായി CCF-ഉം കളക്ടറും ഇതിന് മീറ്റിംഗ് വിളിച്ചുകൊണ്ട് അതിൽ നമ്മുടെ കർഷകരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് ഇതിനൊരു പരിഹാരം എന്താണ് എന്നുള്ളത് അവരൊരു തീരുമാനം എടുക്കേണ്ടതായി ഉണ്ട്. തുടർന്ന് അതാണ് അവിടെ ഫെൻസിങ് സംവിധാനങ്ങളൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു വനമേഖല, അത് കഴിഞ്ഞാലാണ് ഈ തോട്ടം. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഇത്തരത്തിൽ പ്രശ്നമുണ്ടെന്നുള്ളത് പ്രദേശവാസികളും അവിടെയുള്ള കർഷകരും ഒക്കെ തന്നെ പറയുന്നു. ഈ ചോലമണ്ണിൽ ഏകദേശം ഒരു 4 കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ താമസിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് മറ്റ് ആ ഒരു പ്രദേശത്തിൻ്റെ രീതിയൊക്കെ എങ്ങനെയാണ് ഈ ചോലമണ്ണ് എന്ന് പറയുന്നത്? ചോലമണ്ണ് എന്ന് പറഞ്ഞ പ്രദേശത്ത് പിന്നെ ഈ വന്യമൃഗങ്ങൾ സൈന്യങ്ങളുണ്ട്. ഇതിന് മുന്നേ അവിടെ ഒരു 10-60 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു, കുടിയേറ്റ മേഖലയാണ് ആ പ്രദേശത്ത്. ഇപ്പോൾ അവിടെ നിലവിലെ നേരെ 4 കുടുംബങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അവിടുത്തെ യാത്രാ ദുരിതങ്ങളും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ, മൃഗങ്ങളെ ശല്യം കൊണ്ട് ആളുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഇപ്പോൾ അവിടെ ആരില്ല. അപ്പോൾ ഈ ഉമ്മറുടെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? സംസ്കാരങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ സംസ്കാര ചടങ്ങുകൾ നടത്തും. ഉച്ചയോടുകൂടി ഇവിടുന്ന് കിട്ടുന്ന അത്രയും സ്പീഡിൽ കാര്യങ്ങൾ നടത്താനൊക്കെ ഉദ്ദേശിക്കുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഇത്ര മാത്രം വന്യമൃഗത്തിന്റെ ഭീതിയുള്ളൊരു സ്ഥലമാണ്. അവിടെ തോട്ടമാണുള്ളത്, വലിയ കാര്യമായ ജനവാസം ഉള്ള ഒരു സ്ഥലമല്ല. പക്ഷേ ഇത്തരത്തിൽ ഈ കർഷകർ പലപ്പോഴും അവിടേക്ക് പോകാനുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ വനം വകുപ്പിനെ അറിയിക്കുന്നതുമാണ്. ഇപ്പോൾ ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉമ്മറിന്റെ മൃതദേഹം വിട്ടു നൽകും. അതിനുശേഷം അധികം വൈകാതെ തന്നെ സംസ്കാരമടക്കമുള്ള കർമ്മങ്ങളിലേക്ക്. പാലക്കാടാണ് സംഭവം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ഉമ്മറിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. പാലക്കാട് ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിശദാംശങ്ങളാണ് ഗോകുൽ VS പങ്കുവച്ചത്.